ഒടുവിൽ കോൺഗ്രസിന്റെ ഭവന പദ്ധതി യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ആദ്യഘട്ടമായി സ്ഥലമെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. 3 ഘട്ടമായിട്ടാണ് കോൺഗ്രസ് 100 ഭവനങ്ങൾ പണിയുന്നത് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ പ്രഖ്യാപിച്ച 100 വീടുകളിൽ ആദ്യത്തെ ഭവന പദ്ധതി നടപ്പാക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. 3.5 ഏക്കർ സ്ഥലമാണ് ഇത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നംപറ്റയിലാണ് ഈ സ്ഥലം ഉള്ളത്. ഒരു കാപ്പിത്തോട്ടമാണ്. ഇവിടെ ഉടൻ തന്നെ ആർക്കിടെക്റ്റ് വന്ന് ഡിസൈൻ ചെയ്ത ശേഷം ലോകോത്തര മാതൃകയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ കോൺഗ്രസിനെ അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു ഭവന പദ്ധതി നടപ്പാക്കും എന്നാണ് DCC പ്രസിഡന്റ് ഇന്ന് അറിയിച്ചിട്ടുള്ളത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പേരിലാണ് ഇപ്പോൾ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യം വീടുകൾ നിർമ്മിക്കും, മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ നിർമ്മിക്കും. നമുക്ക് കാണാം ഇതിന് പിന്നിലായി ഒരു റോഡ്, ഇവിടത്തേക്ക് വരുന്ന ഒരു വഴിയുണ്ട്. നമ്മൾ ഈ നിൽക്കുന്നതിന് ഫ്രണ്ട് വശത്തായി വീടുകളുണ്ട്. ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉള്ളത്. മറ്റ് പല തോട്ടഭൂമികളും സമീപത്തായി ഉണ്ട്. പക്ഷേ ഇത് നിയമപ്രശ്നങ്ങളൊന്നുമില്ലാത്ത തോട്ടഭൂമി അല്ലാത്ത വീടുകൾ നിർമ്മിക്കാവുന്ന ഭൂമിയാണ് എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് രേഖകളെല്ലാം കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും വൈകിയത്. അതുകൊണ്ടാണ് അല്പം വൈകിയാലും നല്ല പദ്ധതി നടപ്പിലാക്കുക, അതാണ് തങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു മാതൃകാപരമായ പദ്ധതിയായിരിക്കും ഇവിടെ നടപ്പിലാക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഈ ദുരന്തത്തിൽപ്പെട്ട കുറേ ആളുകൾക്ക് ഇനിയും ഭൂമി കിട്ടാനുണ്ടല്ല, വീടില്ലാത്തവരുണ്ട്. അവർക്ക് വീട് കിട്ടുന്നതിൽ നമ്മൾ അതേ സന്തോഷം. പ്രത്യേകിച്ച് ഇവിടെ നമ്മളൊക്കെ ഇവിടെ അടുത്ത് താമസമാണ്. അപ്പം നമ്മളടുത്ത് വരുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമുണ്ട്. ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കിയിരുന്നു പറഞ്ഞു. അതിലെന്തായാലും ഇപ്പോൾ ഈ സ്ഥലം എടുത്തതിൽ സന്തോഷമുണ്ട്. ഇവിടെ തന്നെ വരുന്നതിൽ സന്തോഷം. ഏതായാലും വരും ദിവസങ്ങളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് 2 സ്ഥലം കൂടി ഇവിടെ അടുത്തായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഗുണഭോക്താക്കൾ അറിയിച്ചതനുസരിച്ച് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മേപ്പാടിയിൽ തന്നെ ഈ ദുരന്തബാധിതർക്കായി, മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി ഈ ഭവന പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഒടുവിൽ ഇത്രയും കാലമുള്ള വിവാദങ്ങൾക്കും ചോദ്യങ്ങൾക്കുമെല്ലാം ഉത്തരമായി വന്നിരിക്കുകയാണ്. ഇതാണ് വിവാദങ്ങൾക്കൊടുവിലുള്ള ഉത്തരം എന്ന് പറയുന്ന ഭൂമി.